ആദ്യമായി ബിസിനസ് തുടങ്ങുന്നവർ പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എനിക്കറിയാം. എൻ്റെ ആദ്യ ബിസിനസ് അങ്ങനെയാണ് പൊളിഞ്ഞത്. എല്ലാവരും പറഞ്ഞു, എടാ മോനെ, എവിടെയെങ്കിലും ജോലിക്ക് കയറിയില്ലെങ്കിൽ നീ രക്ഷപ്പെടില്ല. ബിസിനസ് തുടങ്ങാൻ ഇറങ്ങുന്ന പിള്ളേർക്ക് ഇതൊന്നും തലയിൽ കയറില്ല. ഇലക്ട്രോണിക്സ് കടയായിരുന്നു ആദ്യത്തെ സംരംഭം. പറ്റിയ ഒരു കൂട്ടുകാരനെയും കിട്ടി. എനിക്ക് ഒരു ഓട്ടോറിക്ഷ അപകടം പറ്റി കിട്ടിയ ഇൻഷുറൻസ് തുകയും പിന്നെ വീട്ടിൽ നിന്ന് വാങ്ങിയ കുറച്ച് പൈസയും ചേർത്ത് ആഘോഷമായി കട തുടങ്ങി. സ്പെയർ പാർട്സ് മേടിക്കാൻ ആദ്യം ബാംഗ്ലൂരിലേക്ക്. എവിടെയും കിട്ടാത്ത പാർട്സ് മേടിച്ചാൽ ഭയങ്കര ലാഭമായിരിക്കും എന്ന് പറഞ്ഞ് ഒരു പെട്ടി നിറയെ IC മേടിച്ചു. തിരിച്ചു വന്നപ്പോൾ കടയിൽ വെക്കാൻ സാധനങ്ങളൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള പൈസയ്ക്ക് കുറേ സ്പീക്കറും ആന്റിനയും ബൂസ്റ്ററും ഒക്കെ മേടിച്ച് കട നിറച്ചു. വിൽപ്പന തുടങ്ങിയ ആദ്യ ദിവസം തന്നെ 2000 രൂപയോളം കിട്ടി. കൂട്ടുകാരെ എല്ലാം വിളിച്ച് പാർട്ടിയൊക്കെ കൊടുത്തു. 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും സ്പീക്കറും ആന്റിനയും ഒക്കെ തീർന്നു. മേടിക്കാൻ പൈസയുമില്ല. അപ്പോഴാണ് നമ്മുടെ ജോണിച്ചേട്ടനെ ആദ്യമായി കാണുന്നത്. 5000 രൂപ പലിശയ്ക്ക് മേടിക്കുന്നു. 500 രൂപ അപ്പോൾ തന്നെ ജോണിച്ചേട്ടൻ എടുക്കും. അടുത്ത 100 ദിവസം 50 രൂപ വെച്ച് കൊടുക്കണം. 100 ദിവസം കഴിഞ്ഞപ്പോൾ ഡെയിലി പലിശക്കാരുടെ എണ്ണം 3 ആയി. ജോണിച്ചേട്ടന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഷാജിന് കൊടുക്കും. ഒരു കൊല്ലത്തിനുള്ളിൽ കടയ്ക്കുള്ളിൽ വലിയ ലാഭത്തിൽ വിൽക്കാൻ മേടിച്ച ഒരു പെട്ടി IC മാത്രം ബാക്കിയായി. പലിശക്കാരൻ ജോണിച്ചേട്ടനെ പേടിച്ച് കുറെ കാലം മുങ്ങി നടന്നു. അവസാനം വീട്ടിലെത്തി അച്ഛന്റെ കാലിൽ വീണു. ഒരു അവസരം കൂടി തരണം. എന്തായാലും ഒരു പാഠം പഠിച്ചു. നമ്മളുടെ പുതിയ ബിസിനസ് പിറന്നു വീണ ഒരു കുഞ്ഞിനെ പോലെയാണ്. ആ കുഞ്ഞിന് കൊടുക്കേണ്ട ഭക്ഷണം നമ്മൾ തട്ടിയെടുത്താൽ സ്വാഭാവികമായും ആ കുഞ്ഞ് പട്ടിണി കിടന്ന് മരിക്കും. ബിസിനസിന്റെ പൈസ ബിസിനസിന്റേതാണ്. നമുക്ക് എടുക്കാവുന്നത് ശമ്പളം മാത്രം, അതും ലാഭത്തിന്റെ ഒരു പങ്ക് മാത്രം. കാശ് കുറച്ച് പോയെങ്കിലെന്താ, ഒരു കോളേജിലും പഠിക്കാൻ പറ്റാത്ത കുറെ പാഠങ്ങൾ പഠിച്ചില്ലേ.